ഇന്ന് നോക്കാനുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം ഈ ഒരു ടോപ്പിക്ക് പലർക്കും പല കുട്ടികൾക്കും കുറച്ചൊരു കൺഫ്യൂഷനൊക്കെ ഉള്ളൊരു ഭാഗമായിരിക്കും നമ്മുടെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. അതായത് ബയോടെക് 2 എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന RNA ഇന്റർഫിയറൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് കുറച്ച് പേർക്കെങ്കിലും കുറച്ച് കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ കുറച്ച് ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെൻ്റെ മക്കൾക്കൊന്ന് പറഞ്ഞു തരാം എന്നുള്ളത്. വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ചെടുക്കാം. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതി. ഈ 10 മിനിറ്റിനുള്ളിൽ ഈ കോൺസെപ്റ്റ് എന്താണ് എൻ്റെ കുട്ടികൾക്ക് ഇത് ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, എന്താണ് RNA ഇന്റർഫിയറൻസ് ഫോർ പെസ്റ്റ് കൺട്രോൾ. നമ്മൾ പെസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ RNA ഇന്റർഫിയറൻസ് പഠിക്കുന്നത്, അല്ലെ? അപ്പം RNA ഇന്റർഫിയറൻസ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, എന്ത് പ്രോബ്ലമാണ് നമ്മൾ ഫേസ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്? ഒരു പെസ്റ്റ് ഉണ്ട്. എന്താണ് ആ പെസ്റ്റിന്റെ പേര്? ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ ഭാഗങ്ങൾ എൻ്റെ കുട്ടികൾ എന്തായാലും എക്സാമിന് പഠിച്ചിട്ട് പോകണം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ നീറ്റിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏത് പെസ്റ്റ് ആണ് ഇൻഫെക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഏത് പെസ്റ്റാണ്? മെലോയിഡിജൈനി ഇൻകോഗ്നിറ്റ എന്ന് പറയുന്ന ഒരു പെസ്റ്റാണ് നമ്മുടെ പ്ലാന്റിനെ, ഏത് പ്ലാന്റിനെയാണ്? ടൊബാക്കോ പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്യുന്നത്. ഏത് പ്ലാന്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്? നമ്മൾ സംസാരിക്കുന്നത് ടൊബാക്കോ പ്ലാന്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. ടൊബാക്കോ പ്ലാന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഈ ടൊബാക്കോ പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്യുന്ന ഒരു നെമറ്റോഡ് പെസ്റ്റാണ്. എന്ത് പെസ്റ്റാണ്? നെമറ്റോഡ് ഗ്രൂപ്പിൽ വരുന്ന പെസ്റ്റാണ്. എന്താണ് നെമറ്റോഡ് എന്ന് പറഞ്ഞാൽ? നെമറ്റോഡ് എന്ന് പറഞ്ഞാൽ റൗണ്ട് വേം ആണ് കേട്ടോ. റൗണ്ട് വേം ആണ്. എനിക്കറിയാം എൻ്റെ കുട്ടികൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ആനിമൽ കിങ്ഡം പഠിച്ചിട്ടുണ്ട്. അതിൽ ആഷ് എൽമിന്തസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയിൽ വരുന്ന ഒരു വേം ആണ് ബേസിക്കലി ഏത്? മെലോയിഡിജൈനി ഇൻകോഗ്നിറ്റ എന്ന് പറയുന്ന ഒരു വേം. ഓക്കെ, ഇതുകൊണ്ട് എന്താണ് നമുക്ക് ബുദ്ധിമുട്ട്? ഇതിന്റെ ഇൻഫെക്ഷൻ വരുന്നത് നമ്മുടെ ടൊബാക്കോ പ്ലാന്റിന്റെ റൂട്ടിലാണ്. ഈ റൂട്ടിൽ വരുന്ന ഇൻഫെക്ഷൻ കാരണം റൂട്ട് ഗോൾ എന്ന് പറയുന്ന ഒരു ഡിസീസിലോട്ട് അത് മാറും. അതായത് റൂട്ട് ഗോൾ ഡിസീസ് വന്നു കഴിഞ്ഞാൽ പ്ലാന്റ്സിന് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? വാട്ടറും അതേപോലെ തന്നെ ന്യൂട്രിയൻസിന്റെയും അപ്ടേക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. റൂട്ടിന് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പ്ലാന്റ്സിന്റെ റൂട്ടിന് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ റൂട്ടിന്റെ ഫംഗ്ഷൻ എന്താണോ ആ ഒരു ഫംഗ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്നൊരു ബുദ്ധിമുട്ട്, അല്ലെ? ഈ ബുദ്ധിമുട്ട് കാരണം എന്താ സംഭവിക്കുക? നമ്മുടെ ഫാമേഴ്സ് എന്ത് നേരിടേണ്ടി വരും? ലോവർ ആയിട്ടുള്ള ഒരു ഈൽഡ് ആയിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടാവുക. അതായത് അവർ പ്രതീക്ഷിച്ച അത്രയും എന്ത് കിട്ടുന്നുണ്ടാവില്ല? ഈൽഡ് കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ അത് കൊമേഴ്ഷ്യലി അവർക്ക് ബുദ്ധിമുട്ടല്ലേ? അതായത് മാർക്കറ്റിൽ അവർ കൊടുക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടത്ര പൈസ കിട്ടില്ല, അവരുടെ എക്കോണമിനെ ബാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നം. ഈ ഒരു പ്രശ്നത്തിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ RNA ഇന്റർഫിയറൻസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ പ്രശ്നം എന്താണെന്നുള്ളത് കിട്ടിയല്ലോ. ഇനി നമുക്ക് നോക്കാം എന്താണ് RNA ഇന്റർഫിയറൻസ്. RNA ഇന്റർഫിയറൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അത് നാച്ചുറലി നമ്മളുടെ യൂക്കാരിയോട്സിന്റെ ഒക്കെ ബോഡിയിൽ വളരെ നാച്ചുറൽ ആയിട്ട് പല ജീനുകളെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പല mRNA നമ്മൾ റെഗുലേഷന്റെ ഭാഗമായിട്ട്, ഓക്കെ, റെഗുലേറ്ററി ഫംഗ്ഷൻ ആയിട്ട് പല mRNA നമ്മൾ നശിപ്പിച്ച് കളയാറുണ്ട്. സോ ദാറ്റ് എന്താണ്? പ്രോട്ടീൻ അവിടെ ഫോം ആവില്ല. നിങ്ങൾ സെൻട്രൽ ഡോഗ്മ പഠിച്ചിട്ടുണ്ടാവും. DNA mRNA ആയിട്ട് മാറും, mRNA പ്രോട്ടീൻ ആയിട്ട് മാറും. എവിടെയാണ് ഇന്റർഫിയറൻസ് നടക്കുന്നത്? നമ്മുടെ mRNA പ്രോട്ടീൻ ആയിട്ട് മാറുന്ന ഈ ഒരു ഭാഗമില്ലേ, അതായത് mRNA പ്രോട്ടീൻ ആയിട്ട് മാറുന്ന ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഇന്റർഫിയറൻസ് നടക്കുന്നത്. ഓക്കെ, അതായത് എന്തിനു സമ്മതിക്കില്ല? പ്രോട്ടീൻ ആകാനായിട്ട് സമ്മതിക്കില്ല. പ്രോട്ടീൻ ആയിട്ടില്ലെങ്കിൽ അവിടെ എന്ത് നടക്കില്ല? ജീൻ എക്സ്പ്രഷൻ ഉണ്ടാകില്ല, അല്ലെ? ഇത് നിങ്ങൾ ഓൾറെഡി ആ ചാപ്റ്ററിൽ ജെനറ്റിക്സിൽ പഠിക്കുന്നതാണ്. അത് ജീൻ എക്സ്പ്രഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്താണോ ആ ഫംഗ്ഷൻ അതവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. ക്ലിയർ ആണല്ലോ? അപ്പൊ പ്രോട്ടീൻ ഉണ്ടാക്കുന്നില്ല, നമ്മൾ പ്രോട്ടീൻ ഉണ്ടാക്കുന്നതിന് അതായത് തടയുന്ന രീതിയാണ് എന്ത്? RNA ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പം RNA ഇന്റർഫിയറൻസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ mRNA സൈലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. mRNA നമ്മൾ എന്ത് ചെയ്യാണ്? വേറെ ഏതെങ്കിലും, അതായത് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു RNA വെച്ചിട്ട് mRNA അതിനോട് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു RNA ഉപയോഗിച്ച് നമ്മൾ സൈലൻസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? RNA ഇന്റർഫിയറൻസ് എന്ന് വിളിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യം കിട്ടിയല്ലോ. ഇത് യൂക്കാരിയോട്സിൽ ജനറലി നടക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അതായത് ഇത് നടക്കാനുള്ള എല്ലാ ടൂൾസും നമ്മുടെ ബോഡിയിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് റെഗുലേഷന്റെ ഭാഗമാണ്. എല്ലാ mRNA എല്ലാ സമയത്തും പ്രോട്ടീൻ ആക്കി മാറ്റേണ്ട ആവശ്യം നമ്മുടെ ബോഡിയിൽ വരുന്നില്ല. ആവശ്യമുള്ളപ്പോൾ മാറ്റിയാൽ പോരെ. അപ്പൊ അല്ലാത്ത സമയങ്ങളിൽ എന്താണ് ഈ ഒരു നെഗറ്റീവ് മെക്കാനിസം, അതായത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റെഗുലേറ്ററി ഭാഗമായിട്ട് mRNA കില്ല് ചെയ്യാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് നോക്കുക. ഇനി അടുത്തൊരു കാര്യം നോക്കുക. ഓക്കെ, ഇനി എങ്ങനെയാണ് ടൊബാക്കോ പ്ലാന്റിനെ നമ്മൾ ട്രാൻസ്ജെനിക് ആക്കി മാറ്റുന്നത്?
എങ്ങനെയാണ് ടൊബാക്കോ പ്ലാന്റിന് പെസ്റ്റ് റെസിസ്റ്റൻസ് കിട്ടുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, അപ്പൊ എനിക്കിപ്പോൾ അറിയാം നമ്മുടെ മെലോയിഡി ജൈനി ഇൻകോഗ്നിറ്റ എന്ന് പറയുന്ന ആ നെമറ്റോഡിന് ചില സർവൈവൽ ജീനുകൾ ഉണ്ടാവും അല്ലെ. ഈ ജീനുകളിൽ ഏതെങ്കിലും ഒരു ജീനിന് ഞാൻ എന്ത് ചെയ്യും, ആഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്, ഓർമ്മയുണ്ടോ, ഇത് വെക്ടർ ആണ് അല്ലെ, ഇത് വെക്ടർ ആണ്. നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ആഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വെക്ടർ ആണ്. ഈ ഒരു വെക്ടറിനെ, അതായത് ഈ ഒരു വെക്ടറിന്റെ ഉള്ളിലോട്ട് ജീനിനെ കൊടുത്ത് അതിനെ ഹോസ്റ്റിലോട്ട്, വെക്ടർ വഴി ഹോസ്റ്റ് ആരാണ്, നമ്മൾ ടൊബാക്കോ പ്ലാന്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ടൊബാക്കോ പ്ലാന്റിലോട്ട് ആഗ്രോബാക്ടീരിയം എന്ന് പറയുന്ന വെക്ടറിനെ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് വേണ്ട ജീൻ, ഏത് ജീനിനെ ആയിരിക്കും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഞാൻ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയിട്ടുള്ളൊരു ജീനാണ്. ആൻഡ് ഈ ജീൻ എന്ത് ചെയ്യണം, നമ്മളുടെ സർവൈവൽ ജീൻ, അതായത് പെസ്റ്റിന്റെ ഏതെങ്കിലും ഒരു സർവൈവൽ ജീനിനെ സൈലൻസ് ചെയ്തിട്ട് പെസ്റ്റിനെ കില്ല് ചെയ്യാനായിട്ട് പറ്റണം. അപ്പം അതിനനുസരിച്ച് അതിനോട് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു ജീൻ, അതായത് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു RNA പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജീനിനെ ആയിരിക്കും ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഇത് ഞാൻ ഡിസൈൻ ചെയ്തതാണ്, സയന്റിസ്റ്റുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ആ ജീനിനെ, ആ ഡിസൈൻ ചെയ്ത ജീനിനെ, അതായത് സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തതാണ്. എങ്ങനെയാണ് ഡിസൈൻ ചെയ്തത് നോക്കിക്കോ. സെൻസ്, അതായത് ഒരു പെർട്ടിക്കുലർ നമ്മുടെ പെസ്റ്റിന്റെ ഒരു പെർട്ടിക്കുലർ ജീനിൽ പ്രസന്റ് ആയിരിക്കുന്ന അതിന്റെ സെൻസ് സ്ട്രാൻഡും ആന്റി സെൻസ് സ്ട്രാൻഡിന്റെയും ഇടയിൽ ഒരു ഇൻട്രോണിനെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ നോക്കിക്കോ, സെൻസ് സ്ട്രാൻഡിനെയും ഇൻട്രോണിനെയും ആന്റി സെൻസിനെയും ഇങ്ങനെ പ്ലേസ് ചെയ്തു. ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ എന്താ പറ്റുക, നമുക്ക് കിട്ടുന്ന ഡബിൾ സ്ട്രാൻഡഡ് RNA. അപ്പം ഈ ഒരു കാര്യം ഇത് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ ശ്രദ്ധിച്ച് കേൾക്കുക, ഇത് DNA ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ജീനിൽ നിന്ന് കിട്ടുന്ന RNA എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇങ്ങനെ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNA ആയിരിക്കും. സെൻസ്, ഇൻട്രോൺ, ആന്റി സെൻസ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ റിസൾട്ട് ആയിട്ട്, അതായത് ഞാൻ ഈ ഇൻസേർട്ട് ചെയ്ത ജീൻ വഴി ഞാനൊരു ഡബിൾ സ്ട്രാൻഡഡ് RNA പ്രൊഡ്യൂസ് ചെയ്യാണ്. അതുകൊണ്ടാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഡബിൾ സ്ട്രാൻഡഡ് RNA നമ്മൾ ഇന്റർഫിയറൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഡബിൾ സ്ട്രാൻഡഡ് RNA ഉപയോഗിച്ചിട്ടാണ് നമ്മൾ mRNA സൈലൻസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം പറയാനുള്ള റീസൺ എന്താണ്, ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ആരെയാണ്, ഡബിൾ സ്ട്രാൻഡഡ് RNA. എങ്ങനെയാണ് ഞാൻ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടാക്കിയത്? ഞാൻ വേണം എന്ന് വെച്ചിട്ട് ഒരു സ്പെസിഫിക് ജീൻ, അതായത് പെസ്റ്റിന്റെ ഒരു സ്പെസിഫിക് ജീൻ എടുത്ത് അതിനെ ഒരു പെർട്ടിക്കുലർ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് അതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് mRNA അല്ല എനിക്ക് പ്രൊഡ്യൂസ് ആകുന്നത്, ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഞാൻ വേണമെന്ന് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ ഇത് ആരുടെ ഉള്ളിൽ ഇപ്പം പ്രൊഡ്യൂസ് ആകുന്നുണ്ട്? ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആരുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ആകുന്നുണ്ട്? നമ്മളുടെ ടൊബാക്കോ പ്ലാന്റിന്റെ ഉള്ളിൽ. ഇപ്പൊ ട്രാൻസ്ജെനിക് പ്ലാന്റ് ആയതുകൊണ്ട് ഇത് ഇങ്ങനെ പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഡബിൾ സ്റ്റാൻഡേർഡ് RNAയിലുള്ള ഈ ആന്റിസെൻസ് സ്ട്രാൻഡ് ഉണ്ടല്ലോ, അതായത് ഈ ആന്റിസെൻസ് സ്ട്രാൻഡ് ഇവിടെ കാണുന്നേ, ഈ ആന്റിസെൻസ് സ്ട്രാൻഡ് ആണ് നമ്മുടെ mRNAയുമായിട്ട് ബൈൻഡ് ചെയ്യുക, നെമറ്റോഡിന്റെ mRNA ആയിട്ട് ബൈൻഡ് ചെയ്യുക. അതിന്റെ കുട്ടികളൊന്ന് ഓർത്തിരിക്കുക. അതായത് ഈ ആന്റിസെൻസ് സ്ട്രാൻഡിനാണ് ആരുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളത്, mRNAയുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കോംപ്ലിമെന്ററി RNA ആണ്. ഓക്കെ, അപ്പം ആന്റിസെൻസ് RNA ആണ് ഇവിടെ കോംപ്ലിമെന്ററി ആയിരിക്കുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആണല്ലോ? അടുത്ത നോക്കിക്കോ, അടുത്ത നമ്മളുടെ പ്രശ്നം എന്താണ്? വാട്ട് ഹാപ്പൻസ് ഇൻസൈഡ് ദ പ്ലാന്റ്. ഇനി പ്ലാന്റിന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണ് പ്രൊഡ്യൂസ് ആകുന്നത് അല്ലെ. ഞാൻ ഇൻസേർട്ട് ചെയ്ത ജീനിന്റെ റിസൾട്ട് ആയിട്ട് എനിക്ക് കിട്ടുന്നത് എന്താണ്? ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNAനെ ഞാൻ ഡൈസർ എന്ന് പറയുന്ന ഈ ഒരു ടേം നമ്മളുടെ NCERT പറയുന്നില്ല. ബട്ട് ഞാൻ ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടികൾക്ക് ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക. ഡൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസർ പോലെയാണ്, കട്ട് ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ ഈ ഡൈസറിനെ ഉപയോഗിച്ച് ഞാൻ കട്ട് ചെയ്യാണ് ആരെ? ഡബിൾ സ്റ്റാൻഡേർഡ് RNAനെ കട്ട് ചെയ്ത് കുഞ്ഞി 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 കുഞ്ഞി, അതായത് ഡബിൾ സ്റ്റാൻഡേർഡ് RNA എന്ന് പറയുമ്പോൾ കുറച്ച് വലിപ്പം ഉണ്ടാവില്ലേ, ഇങ്ങനെ കുറച്ച് വലുതായിരിക്കുമല്ലോ അല്ലെ. ഇതിനെ ഞാൻ എന്താണ്, കട്ട് ചെയ്യാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് കുഞ്ഞി 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 കഷ്ണങ്ങളാക്കുകയാണ്. അപ്പൊ ഈ ചെറിയ കഷ്ണങ്ങളാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന RNAനെയാണ് നമ്മൾ സ്മോൾ ഇന്റർഫിയറിംഗ് RNA അല്ലെങ്കിൽ siRNA എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ? siRNA എന്ന് വിളിക്കാനായിട്ട് പോകുന്നത്. ഇനി നോക്കിക്കോ എന്താ സംഭവിക്കുന്നതെന്നല്ലേ. അപ്പം ഈ siRNA എടുക്കുകയാണെങ്കിൽ ഈ siRNAയിൽ എന്തുണ്ട്? നമ്മളുടെ 2 സ്ട്രാൻഡുകൾ ഉണ്ടല്ലോ അല്ലെ. അതായത് നമ്മുടെ സെൻസും ഉണ്ട്, ആന്റി സെൻസും ഉണ്ട്. ഇത് അറിഞ്ഞിരിക്കുക കേട്ടോ. അതായത് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഓരോ കുട്ടി പീസിലും സെൻസിന്റെ ഒരു ഭാഗമുണ്ട്, ആന്റി സെൻസിന്റെ ഒരു ഭാഗമുണ്ട്. ക്ലിയർ അല്ലേ? അത് ഓക്കെ ആണല്ലോ? ഇനി നോക്കുക എന്താണ് സംഭവിക്കുക. വാട്ട് ഹാപ്പൻസ് വെൻ
നെമറ്റോഡ് ഇൻഫെക്റ്റ് എ പ്ലാന്റ്. ഇനി നെമറ്റോഡ് ഈ റൂട്ടിൽ കയറിയിട്ട് നെമറ്റോഡ് ഈ റൂട്ടിൽ കയറിയിട്ട് ഇൻഫെക്ട് ചെയ്ത സമയത്ത് എന്താ സംഭവിക്കുക? നെമറ്റോഡ് എന്ത് ചെയ്യുക? പ്ലാന്റിന്റെ സെല്ലുകൾ ഇങ്ങനെ തിന്നാനായിട്ട് തുടങ്ങും അല്ലെ. അതായത് ഫീഡ്സ് ഓൺ പ്ലാന്റ് സെൽസ് അല്ലെ. പ്ലാന്റ് സെല്ലെല്ലാം കഴിക്കുന്ന സമയത്ത് ഈ കുഞ്ഞി RNA ഇല്ലേ, നമ്മുടെ ഇന്റർഫിയറിംഗ് ആയിട്ടുള്ള RNA, സ്മോൾ ഇന്റർഫിയറിംഗ് ആയിട്ടുള്ള ഈ ഒരു RNA എന്തിന്റെ ഉള്ളിലോട്ട് കയറും? ആരുടെ ഉള്ളിലോട്ട് കയറും? ഈ സ്മോൾ ഇന്റർഫിയറിംഗ് RNA നമ്മൾ നെമറ്റോഡിന്റെ ഉള്ളിലോട്ട്, ബോഡിയുടെ ഉള്ളിലോട്ട് കയറും. ബോഡിയുടെ ഉള്ളിലോട്ട് കയറി കഴിയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക നോക്കിക്കോ. ഈ സെൻസിനെ നമ്മൾ എന്ത് ചെയ്യും? റിമൂവ് ചെയ്ത് കളയും. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോംപ്ലക്സ് ആണ് റിസ്ക് അല്ലെങ്കിൽ RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇനി ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഒരുപാട് ഓർത്തിരിക്കേണ്ട പ്രശ്നമൊന്നും വരുന്നില്ല. അതായത് ഒരു കോംപ്ലക്സ് വരുന്നു, അത് സെൻസിനെ കട്ട് ചെയ്ത് കളയുന്നു. നമുക്ക് ആരെ മാത്രമേ വേണ്ടൂ? ആന്റി സെൻസിനെ മാത്രമേ വേണ്ടൂ. കാരണം എന്താണ്? ആന്റി സെൻസ് ആണ് കോംപ്ലിമെന്ററി ആയിട്ടുള്ള RNA. mRNA കോംപ്ലിമെന്ററി ആരാണ്? നമ്മുടെ ആന്റി സെൻസ് RNA ആയതുകൊണ്ട് ഞാൻ സെൻസിനെ കട്ട് ചെയ്ത് കളയുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പെസിഫിക് കോംപ്ലക്സ് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പം ഈ ബാക്കിയുള്ള ആന്റിസെൻസ് ഇല്ലേ, ഈ ആന്റിസെൻസ് ഇപ്പൊ ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു RNA ആയിട്ടല്ലേ ഈ നെമറ്റോഡിന്റെ ഉള്ളിൽ ഉണ്ടാവുക അല്ലെ. ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആന്റിസെൻസ് എന്ത് ചെയ്യും? ആരുമായിട്ട് ബൈൻഡ് ചെയ്യും? നമ്മുടെ mRNA, നെമറ്റോഡിന്റെ ഉള്ളിൽ കാണുന്ന അവരുടെ സർവൈവലിന്റെ ഭാഗമായിട്ടുള്ള mRNA ആയിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവർക്ക് വേണ്ട പ്രോട്ടീൻസ്, അവരുടെ ബോഡിയുടെ സർവൈവലിന് വേണ്ട പ്രോട്ടീൻസ് ഇനി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ? കാരണം എന്താണ്? mRNA സൈലൻസ് ചെയ്തു. mRNA എന്തായിട്ട് മാറില്ല? പ്രോട്ടീൻ ആയിട്ട് അവിടെ മാറില്ല. ക്ലിയർ ആണല്ലോ? പ്രോട്ടീൻ ആയിട്ട് മാറാത്തത് കൊണ്ട് അവിടെ സൈലൻസിങ് നടന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ഡീഗ്രഡേഷൻ ഓഫ് mRNA. mRNA നമ്മൾ എന്ത് ചെയ്യാണ്? ഡീഗ്രേഡ് ചെയ്യാണ്. ഡീഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവിടെ എന്തുണ്ടാകില്ല? പ്രോട്ടീൻ ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ഇതൊക്കെ ചെയ്തതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് എസെൻഷ്യൽ പ്രോട്ടീൻസ് എന്താണ്? ആർ നോട്ട് പ്രൊഡ്യൂസ്ഡ്. ആരുടെ എസെൻഷ്യൽ പ്രോട്ടീൻ? നമ്മുടെ നെമറ്റോഡ് ആയിട്ടുള്ള മെലോയിഡ് ജൈനി ഇൻകോഗ്നിറ്റ എന്ന് പറയുന്ന നെമറ്റോഡിന്റെ സർവൈവൽ ജീൻസ് എന്തായിട്ടില്ല? അതായത് സർവൈവലിന് എസെൻഷ്യൽ ആയിട്ടുള്ള പ്രോട്ടീൻസ് എന്തായിട്ടില്ല? പ്രൊഡ്യൂസ് ആയിട്ടില്ല. അതുകൊണ്ട് അവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. ദേ കനോട്ട് സർവൈവ് ആൻഡ് പ്ലാന്റ് ബിക്കംസ് റെസിസ്റ്റന്റ് ടു ദാറ്റ് പെസ്റ്റ്. അതായത് പെസ്റ്റിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇനി പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഈ RNA ഇന്റർഫിയറൻസ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മളുടെ ഈ ചാപ്റ്ററിൽ, ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പെസ്റ്റ് റെസിസ്റ്റൻസ് ഭാഗത്താണ് വരുന്നത്. BT കോട്ടൺ കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ ടൊബാക്കോ പ്ലാന്റിന്റെ സ്റ്റോറിയാണ്. അപ്പം ഈ ഒരു ടോപ്പിക് എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലായി എന്ന് മിസ് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മനസ്സിലായി മിസ്സേ എന്ന് പറഞ്ഞ് നമ്മൾ താഴെ എന്ത് ചെയ്യാം? നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. സോ ദിസ് ഇസ് മീ ആരതി സൈനിങ് ഓഫ്. ടാറ്റാ ബൈ, ടേക്ക് കെയർ.